ഉക്രൈന്റെ നിപ്രോവോസ് പ്രദേശത്തെ റഷ്യ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചും ആർട്ടിലറി ഷെൽസ് ഉപയോഗിച്ചും റഷ്യ ആ സ്ഥലത്തെ ആക്രമിക്കുകയാണ്. ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ്. ഇങ്ങനൊരു സമയത്ത് പെട്ടെന്ന് എയർ റെയ്ഡ് അലാറം മുഴങ്ങുന്നു. അതും മിസൈൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതിന് വെറും 40 സെക്കൻഡുകൾക്ക് മുൻപാണ് ഉക്രൈനിൽ ഈ ഒരു അലാറം മുഴങ്ങിയത്. അതും നിപ്രോവോസിന്റെ വളരെ പ്രധാനപ്പെട്ട എയർബേസിനെ ചുറ്റി ഈ ഒരു മിസൈൽ വാർണിംഗ് നൽകുന്നു. ആ സമയത്ത് അകത്തേക്ക് വരുന്നത് ഏത് തരം മിസൈൽ ആണെന്ന് പോലും ഉക്രൈന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഹൈപ്പർസോണിക് വേഗതയിലാണ് അകത്തേക്ക് വരുന്നത്. റഷ്യ ഏതെങ്കിലും പുതിയ തരം മിസൈൽ ഉപയോഗിച്ചോ, പുതിയ രീതിയിലുള്ള എക്സ്പെരിമെന്റ് എന്തെങ്കിലും അവരിവിടെ ചെയ്തോ എന്ന് ഉക്രൈൻ ആശയക്കുഴപ്പത്തിലായ സമയത്ത് ആ മിസൈൽ താഴെ വീണ് ഒരു ഇമ്പാക്ട് സൃഷ്ടിച്ചു. ഇതിനുശേഷം ഉക്രൈൻ അധികാരികൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നത്? റഷ്യ റെഗുലറായി ഉപയോഗിക്കുന്ന ഒരു മിസൈൽ തന്നെയല്ല ഇത്. ഇങ്ങനെ റെഗുലറായി ഉപയോഗിക്കുന്ന ഒരു മിസൈലിനെ എന്തുകൊണ്ട് നമ്മെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല? ആ സമയത്താണ് ആ മിസൈൽ MiG-31 നിന്നും അയച്ച കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ ആണെന്ന് മനസ്സിലായത്. കിൻസാൽ മിസൈൽ ഫയർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഉക്രൈന് 1 മണിക്കൂറിന് മുൻപ് തന്നെ അതിന്റെ അലേർട്ട് ലഭിക്കും. എന്തുകൊണ്ട് ഇപ്പോൾ അത് ലഭിച്ചില്ല? MiG-31 ടേക്ക് ഓഫ് ആകുന്നത് ഉക്രൈൻ ഊഹിച്ചെടുത്തില്ലേ? അല്ലെങ്കിൽ നാറ്റോ റഡാർസ് അവിടെ ഫെയിലായോ? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളായിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഉക്രൈൻ ഒരു കാര്യം മനസ്സിലാകുന്നത്. Su-34 ആദ്യമായി കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസ് അവിടെ ലോഞ്ച് ചെയ്തു. ഇതൊരു സാധാരണ കാര്യമേ അല്ല. MiG-31 ടേക്ക് ഓഫ് ആകുന്നത് 1 മണിക്കൂറിന് മുൻപ് തന്നെ, കുറഞ്ഞത് 1 മണിക്കൂറിന് മുൻപ് തന്നെ ഉക്രൈന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ Su-34 ടേക്ക് ഓഫ് ആകുന്നത് ഏത് മിഷന് വേണ്ടി അത് പോകുന്നുവെന്നുള്ളത് ഉക്രൈനെ കൊണ്ട് അറിയാൻ യാതൊരു സാധ്യതയുമില്ല. അതിനുള്ള സമയപരിധി വളരെ വളരെ കുറവാണ്. Su-57 സംബന്ധിക്കുന്ന വളരെ സസ്പെൻസ് ആയ ഒരു കാര്യവും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. നിപ്രോവോസിലുള്ള പൗലോഗ്രേഡ് എയർബേസ് ഉക്രൈന്റെ പക്കൽ ഉള്ളതിൽ വളരെ പ്രധാനപ്പെട്ട, അതും മുൻനിരയെ ആക്സസ് ചെയ്യുന്നതിനും മുൻനിരയിലുള്ള പ്രദേശങ്ങളിൽ തുടർന്ന് അവരുടെ മിസൈൽ ആക്രമണം നടത്തുന്നതിനും ആക്സസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ്. ഈ ഒരു എയർബേസിൽ ഇന്നലെ പെട്ടെന്ന് ഒരു മിസൈൽ ആക്രമണം നടത്തി. പൊതുവെ ഉക്രൈനെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് ഏതൊരു ഫൈറ്റർ ജെറ്റ് ടേക്ക് ഓഫ് ആയാലും നാറ്റോ കമാൻഡ് സെന്റർ വഴിയും നാറ്റോയുടെ ഏവാക്സ് വിമാനങ്ങൾ വഴിയും അവർക്കായിട്ടുള്ള ഒരു ഇൻപുട്ട് ഉടൻ തന്നെ നൽകും. അതും പ്രധാനമായി ഈ ഒരു അറ്റാക്ക് നടന്നത് കിൻസാൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചാണ്. ഇത് അവിടെ വീണ് ഒരു സ്വാധീനം ചെലുത്തിയതിനു ശേഷമാണ് അവർക്കത് മനസ്സിലായത് തന്നെ. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 7 ഇരട്ടി വേഗതയിൽ ഒരു മിസൈൽ അകത്തേക്ക് വരുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും വേഗതയിൽ വരുന്നുവെന്നുണ്ടെങ്കിൽ റഷ്യയുടെ പഴയ മിസൈൽസ് അല്ലെങ്കിൽ പഴയ ട്രാക്കിംഗ് ഡേറ്റ എടുത്തു നോക്കിയാൽ അത് കിൻസാലുമായി തന്നെ പൊരുത്തപ്പെടും. എന്നാൽ കിൻസാൽ ലോഞ്ച് ആയാൽ ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ഉക്രൈന് 1 മണിക്കൂറിന് മുൻപ്, കുറഞ്ഞത് 40 മിനിറ്റുകൾക്ക് മുൻപെങ്കിലും ടേക്ക് ഓഫ് വാർണിംഗ് നൽകപ്പെടും. പക്ഷെ ഇപ്പോ അങ്ങനെ യാതൊരു വാർണിംഗും നൽകിയിട്ടേ ഇല്ല. അങ്ങനെ എന്ത് മിസൈലാണ് അകത്തേക്ക് വരുന്നത് എന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലായപ്പോൾ അത് താഴെ വീണ് ഇമ്പാക്ട് സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഇമ്പാക്ട് സൃഷ്ടിച്ച് അതിന്റെ ഡെബ്രിസ് വെച്ചാണ് അവർക്ക് മനസ്സിലായത് അകത്തേക്ക് വന്നത് ഒരു കിൻസാൽ ആണെന്ന്. എല്ലാവർക്കും ആ സമയം വന്നത് ഒരേ ഒരു ചോദ്യമാണ്. കമാൻഡ് സെന്ററിലുള്ളവരായാലും കൺട്രോൾ സെന്ററിലുള്ളവരായാലും അവിടെയുള്ള അത്രയും അധികാരികൾ എല്ലാവർക്കും ഉണ്ടായ ഒരു ചോദ്യം: എവിടെയാണ് നമ്മുടെ വാർണിംഗ് സിസ്റ്റംസ് പരാജയപ്പെട്ടത്? ഒരു പക്ഷേ MiG-31 ടേക്ക് ഓഫ് ആകുന്നത് നമ്മളെ കൊണ്ട് ഊഹിക്കാൻ സാധിച്ചില്ലേ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ മിസൈലിനെ ലോഞ്ച് ചെയ്യാൻ റഷ്യ തയ്യാറായോ? അതിനുള്ള സാധ്യതകളെല്ലാം അവർ വിശകലനം ചെയ്യാൻ തുടങ്ങി. കാരണം ഇത് എയർ ലോഞ്ചർ ഹൈപ്പർസോണിക് മിസൈൽ അല്ലെങ്കിൽ എയർ ലോഞ്ചർ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആണ്. അങ്ങനെയുള്ളപ്പോൾ ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഇല്ല. റഷ്യയുടെ പക്കൽ ഉള്ളതിൽ വെച്ച് MiG-31 നിന്നും മാത്രമേ ഈ മിസൈലിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. കാരണം അതിന്റെ ബെല്ലി ഭാഗത്ത് ചുമന്നുകൊണ്ട് പോവുകയും ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് ഇതിനെ ലോഞ്ച് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഈ മിസൈലിനെ സാധാരണ രീതിയിൽ കരുതുകയേ വേണ്ട. ഇതിന്റെ നീളം തന്നെ 8 മീറ്ററോളം ഉണ്ട്. നമ്മുടെയൊക്കെ വലിയ KSRTC ബസിന്റെ ഒരു 1/4 ഭാഗത്തോളം വരും. ഇതിന്റെ ഡയമീറ്റർ 2.5 മീറ്ററിലും അധികമാണ്. ഈ ബസിനുള്ളിൽ ഇത് വെച്ചാലുള്ള ഒരു സ്ട്രക്ചർ അത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇതിനെ സാധാരണ ഒരു ഫൈറ്റർ ജെറ്റിൽ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. അങ്ങനെ ചെയ്യാനും സാധിക്കില്ല. ഇപ്പൊ റഷ്യയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നു. ആദ്യമായി Su-34 വിമാനത്തിൽ നിന്നും ഞങ്ങളുടെ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലിനെ ഞങ്ങൾ ലോഞ്ച് ചെയ്തുവെന്ന് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം ഉക്രൈൻ സ്തംഭിച്ചു നിന്നു എന്ന് പറയാം. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്.
സത്യത്തിൽ അവർ ഭയപ്പെട്ടു പോയി. കാരണം കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസിനെ സംബന്ധിച്ച് അതിനെ ഡിഫണ്ട് ചെയ്യുക എന്നത് അത്ര സാധാരണ കാര്യം അല്ല. ഏകദേശം ഉക്രൈന്റെ ഏതൊരു പ്രദേശത്തെയും ഇതിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഉക്രൈൻ പ്രദേശം എന്നതിനപ്പുറം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ പല പ്രദേശങ്ങളെയും ഈ ഒരു മിസൈൽസിനെ കൊണ്ട് തൊടാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇത് ഉക്രൈൻ മാത്രം അല്ല പ്രശ്നം. ഇപ്പൊ ഒരുപക്ഷെ MiG-31 ആണ് ടേക്ക് ഓഫ് ആകുന്നതെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ജോലി ഹൈപ്പർസോണിക് മിസൈൽസിനെ ലോഞ്ച് ചെയ്യുക മാത്രമാണ്. ഇപ്പോൾ റഷ്യയുടെ പക്കൽ ഒരു 10 വിമാനങ്ങൾ എയർബേസിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. 3-4 എയർബേസ് ഫോർവേഡ് പൊസിഷൻസിലാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിമാനം പുറപ്പെട്ടാൽ നാറ്റോയെ കൊണ്ട് അത് ഗസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ ആക്രമിക്കാൻ അവരൊരു ഫൈറ്റർ ജെറ്റ് ടേക്ക് ഓഫ് ചെയ്തു. തീർച്ചയായും ഇത് ടേക്ക് ഓഫ് ആയി എന്നുണ്ടെങ്കിൽ ഈ ഒരു മിസൈൽ വെച്ച് മാത്രമേ അവർ ആക്രമിക്കൂ. ഈ മിസൈലിനെ കൊണ്ട് ഉക്രൈന്റെ ഏത് പ്രദേശത്തെയും ആക്രമിക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ എയർ റെയ്ഡ് അലാറം ആക്ടിവേറ്റ് ചെയ്യുക. പ്രധാനമായും കമാൻഡ് സെന്റേഴ്സിനെ സംരക്ഷിക്കുക. ഇങ്ങനെ 1 മണിക്കൂറിന് മുൻപ് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകും. ഇതാണ് മുൻപ് വരെയും സംഭവിച്ചുകൊണ്ടിരുന്ന പ്രോട്ടോകോൾ. എന്നാൽ പെട്ടെന്ന് Su-34 നിന്നും ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഇവരെ കൊണ്ട് ഇത് ഗസ് ചെയ്യാനേ സാധിച്ചില്ല. കാരണം ഒരു ദിവസം ആവറേജ് 80 മുതൽ 90 തവണ Su-34 വിമാനങ്ങൾ റഷ്യയുടെ ബേസിസിൽ നിന്നും ടേക്ക് ഓഫ് ആവുകയും ഉക്രൈൻ ഫ്രണ്ട് ലൈൻ പൊസിഷൻസിൽ അറ്റാക്ക് നടത്തും. ഉക്രൈന്റെ ആർട്ടിലറി ഗ്രൂപ്പ്സിനെതിരെയുള്ള സ്ട്രൈക്സ് നടത്തുക. ഇങ്ങനെ ഒരു ദിവസം അത്രയും തവണ ടേക്ക് ഓഫ് ആകും. എന്നാൽ MiG-31 ലോഞ്ച് ആകുന്നത് ഒരു ദിവസം 2 തവണ, അല്ലെങ്കിൽ 2 ദിവസത്തിൽ 1 തവണ, ഇങ്ങനെ ഒരു കൗണ്ടിൽ മാത്രമാണ്. അപ്പോ Su-34 ഒരു മുന്നറിയിപ്പ് നൽകണം, അതിനൊരു വാർണിംഗ് നൽകണമെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോസിബിൾ കണ്ടീഷനായി മാറും. കൂടാതെ ഇതിനെ സംബന്ധിച്ച് സെലൻസ്കി ഇതിനു മുൻപ് തന്നെ ഒരു പ്രസ്താവന നൽകിയിരുന്നു. കിൻസാൽ മിസൈൽസ് എപ്പോഴെല്ലാമാണോ ലോഞ്ച് ആകുന്നത് അപ്പോഴെല്ലാം ഉക്രൈൻ പാരലൈസ് ആവുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയവും നമ്മൾ എയർ റെയ്ഡ് അലാറം മുഴക്കുന്നത് കൊണ്ട് ജനങ്ങൾ വളരെ ഭയപ്പെടുന്നു. നമ്മുടെ സ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അപ്പോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യണം എന്ന് സെലൻസ്കി ഒരു പ്രസ്താവന കൊടുത്തിരുന്നു. ഇത് MiG-31 കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവിടെ Su-34 നിന്നും ലോഞ്ച് ചെയ്തു എന്നുള്ളപ്പോൾ അത് ഉക്രൈന് നല്ല കാര്യമേ അല്ല. ഇത് ഉക്രൈൻ എന്നതിനപ്പുറം യൂറോപ്പിന് ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ്. കൂടെ മറ്റൊരു കാര്യം, Su-30 നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യാനുള്ള അപ്ഗ്രേഡ് ഇപ്പോൾ റഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഗ്രേഡ് ആണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈൽസിനെ Su-30 നിന്നും ലോഞ്ച് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ആദ്യത്തെ സെറ്റ് അവസാനിച്ചു. അടുത്തത് Su-57 കുറിച്ചുള്ള വാർത്തയാണ്. 5 ദിവസത്തിന് മുൻപ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. ഫ്രണ്ട് ലൈനിൽ ഒരു MiG-29 വിമാനത്തെ അൺനോൺ മിസൈൽ കാരണം ഒരു പക്ഷേ S-400 അവിടെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. അത് നമ്മൾ സംസാരിച്ചതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ചെയ്തത് S-400 S-300 ഒന്നും തന്നെയല്ല. Su-57 Su-57 വിമാനമാണ് R-73 എന്ന് പറയപ്പെടുന്ന മിസൈൽ ഫയർ ചെയ്തത്. ഇന്റേണൽ ബേയിൽ നിന്നും ഫയർ ചെയ്യപ്പെടുന്ന ക്ലോസ് റേഞ്ച് വെപ്പണാണ്. ഇതിന്റെ മാക്സിമം റേഞ്ച് 50 കിലോമീറ്ററിനുള്ളിലാണ്. ഈ മിസൈൽ ഉപയോഗിച്ചാണ് MiG-29 വെടിവെച്ച് വീഴ്ത്തിയത്. ഇത് സത്യത്തിൽ എത്ര വലിയ കാര്യമാണെന്ന് അറിയണ്ടേ? എയർ ടു എയർ കില്ലിൽ Su-57 ഫസ്റ്റ് കൺഫേംഡ് കില്ലായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതുവരെയും Su-57 ചെയ്ത മിഷൻസ് എല്ലാം കൂടുതലായും എയർ ടു ഗ്രൗണ്ട്, ഇലക്ട്രോണിക് ഓപ്പറേഷൻസ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നേരിട്ട് ഒരു Su-57 വിമാനത്തിൽ നിന്നും ഇങ്ങനെ ഒരു മിസൈൽ പോയി മത്സരിച്ച് മറ്റൊരു വിമാനത്തെ വീഴ്ത്തുക ഇത് ആദ്യമായാണ്. അത് ഈ വർഷം തുടക്കത്തിലായാലും അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായാലും ശരി. ഒരു പക്ഷേ Su-57 ഇത് ചെയ്തിരിക്കാം. എന്നാൽ ഇതിന്റെ ഈ അറ്റാക്ക് നടന്ന ലെങ്ത് നോക്കുമ്പോൾ S-400 ചെയ്തിരിക്കാനുള്ള സാധ്യതയും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാം. സത്യത്തിൽ ആ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം ഇത് നടത്തിയ ആക്രമണം ഫ്രണ്ട് ലൈനിൽ നിന്നും 200 കിലോമീറ്റർ മാറിയാണ്. റഷ്യയുടെ റേഡാർ റേഞ്ചിനുള്ളിൽ ഇതുണ്ടെങ്കിലും ഇത്രത്തോളം അകത്തേക്ക് പോയി ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ റഷ്യ അവരുടെ ഫൈറ്റർ ജെറ്റിനെ ഒരിക്കലും അകത്തേക്ക് അയച്ച് റിസ്ക് എടുക്കില്ല. S-400 വെച്ച് ഡൗൺ ചെയ്യാനുള്ള സാധ്യതകളാണ് അവിടെ അധികം. എന്നാൽ ഇത്രത്തോളം ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ വെച്ച് ഒരു കില്ല് സംഭവിച്ചു, അതും R-73 മിസൈൽ ഉപയോഗിച്ച്. ഇതിന്റെ മാക്സിമം കിലോമീറ്റർ 50 കിലോമീറ്ററിനുള്ളിലാണ്. അതിനാൽ ഇവിടെ Su-57 ഉപയോഗിച്ചിരിക്കാം എന്നുള്ളത് വെറും ഊഹം മാത്രമായിരുന്നു നമുക്ക് ആ സമയം. പക്ഷേ ഇതിപ്പോ കൺഫേം ആയിട്ടുണ്ട്. റഷ്യ Su-57 ഉക്രൈനുള്ളിൽ ഉപയോഗിച്ചത് ഉക്രൈൻ ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. കാരണം ഉക്രൈൻ വിമാനങ്ങളെ കൊണ്ട് ഈ അകത്തേക്ക് വരുന്ന വിമാനത്തെ കണ്ടുപിടിക്കാൻ പോലും സാധിച്ചില്ല. അതും ഇത് BVR കില്ലല്ല, ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, വളരെ ദൂരം മാറിയുള്ള ഒരു 200 കിലോമീറ്റർ മാറിയുള്ള വിമാനത്തെ അല്ല Su-57 ആക്രമിച്ചത്. വെറും 50 കിലോമീറ്റർ ദൂരത്തിലുണ്ടായിരുന്ന ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താൻ
R-73 മിസൈൽസ് അയച്ചിട്ടുണ്ട്. ഈ MiG-29 വിമാനത്തെ കൊണ്ട് അകത്തേക്ക് വരുന്ന Su-57 പിക്ക് ചെയ്യാനും സാധിച്ചില്ല. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, ആ പ്രദേശത്തെ ചുറ്റി, ഈ കില്ല് സംഭവിച്ച ആ പ്രദേശത്തെ ചുറ്റി ഉക്രൈൻ റഡാർ നെറ്റ്വർക്ക് അധികമുണ്ട്. എന്നാൽ അതിനെ കൊണ്ടുപോലും Su-57 കൗണ്ടർ ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് നമ്മൾ വളരെ പ്രധാനമായി അറിയേണ്ടത്. ഒരു വിമാനത്തിന്റെ റഡാർ അത്രത്തോളം പവർഫുൾ അല്ല. അതും R-73യിൽ ബോർസൈറ്റ് ആംഗിൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാ സ്ഥലങ്ങളിലേക്കും ആ റഡാർ തരംഗങ്ങളെ കൊണ്ടുപോയാലും അതിന് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫീൽഡ് എന്ന ഒരു ലൈൻ ഉണ്ടായിരിക്കും. ആ വിമാനത്തിന്റെ കൃത്യം നടുവിലുള്ള പോയിന്റ്, ആ സെന്റർ പോയിന്റിനടുത്ത് മിസൈൽസ് വന്നാൽ പോലും അത് റഡാറിനെ കൊണ്ട് പിക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിന്റെ സ്റ്റെൽത്ത് ഡിസൈനും മെനുവറബിലിറ്റിയും ഉണ്ട്. എന്നാൽ ഈ R-73യിൽ ബോർസൈറ്റ് ആംഗിൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ റഡാർ തരംഗങ്ങൾ പതിക്കുന്ന വളരെ സ്ട്രോങ്ങസ്റ്റ് ഫീൽഡ് ഉണ്ട്. അവിടെ പതിച്ചാൽ റഡാറിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പിക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ R-73യുടെ സ്റ്റെൽത്ത് ഡിസൈനും മാനുവറബിലിറ്റിയും കാരണം അതിന്റെ ബോർസൈറ്റ് ആംഗിളിൽ ഈ ഒരു റഡാർ തരംഗങ്ങൾ വന്ന് പതിച്ചാൽ പോലും അതിനെ പിക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ഇത്ര ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ പോലും ഈ ഒരു മിസൈൽ വന്നിട്ടും ഇത് ഈ റഡാറിനെ കൊണ്ട് മാത്രമല്ല മറ്റ് റഡാറുകളെ കൊണ്ടുപോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇത് Su-57ന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്, Su-57നെ ഗ്ലോബൽ വൈസ് പുഷ് ചെയ്യാൻ റഷ്യ അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഉക്രൈനിൽ ഇത് ഉപയോഗിക്കില്ല എന്നൊരു സംസാരം വന്നു. റഷ്യ അത് ഉപയോഗിച്ചു. ഉക്രൈനിൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് സ്ട്രൈക്കും ചെയ്തു. ക്യാപിറ്റലിനെ ആക്രമിക്കാൻ സാധിക്കില്ല എന്നൊരു സംസാരം നടന്നു. എന്നാൽ അതും ചെയ്തു. എയർ ടു എയർ കിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അതും ചെയ്ത് അവസാനിപ്പിച്ചു. അഞ്ചാമതായി ബാക്കി ഒന്നേ മാത്രമാണ് ബാക്കിയുള്ളത്. വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ്സ്, ഫൈറ്റർ ജെറ്റ്സ്. ഏതിനെങ്കിലും ഈ ഒരു മിസൈൽ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയാൽ ആ ചെക്ക് ലിസ്റ്റും നമുക്ക് ടിക്ക് ചെയ്യാം. ഇപ്പോ Su-57നെ കുറിച്ചുള്ള ചർച്ചകൾ അധികമാകുന്നുണ്ട്. അതിന്റെ ഫംഗ്ഷൻസ് ഇപ്പോഴാണ് പതിയെ പുറത്തറിയാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.